ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. അങ്ങനെ നമ്മളെ മോൻ്റെ കല്യാണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാടൊന്നുമില്ല, ഒരു ഒന്നൊന്നര മാസത്തിൻ്റെ 1.5 മാസം കാണും. അപ്പത്തിന് നമ്മൾ പെയിൻ്റ് അടിയും കാര്യമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പണിക്കാരുണ്ട്, നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അപ്പം മഴയത്ത് തന്നെയാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. മഴയത്ത് പെയിൻ്റ് അടിക്കണ നമ്മളെ കാക്കുവിൻ്റെ ബേജാറാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മഴയൊക്കെ ഒന്ന് ഒഴിച്ചിട്ടൊക്കെ അടിച്ചാൽ പോരെയെന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് അതിനൊന്നും ആവില്ല. മൂപ്പർക്ക് ഇപ്പം തന്നെ എല്ലാം പെട്ടെന്ന് കഴിയണം, അങ്ങനെയാണ് സ്വഭാവം. ഞാൻ കാക്കുവിനെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലോ കേട്ടോ. ചിലവർക്ക് അങ്ങനെയാണല്ലോ, എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു പെട്ടെന്ന് ആവണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണല്ലോ. അങ്ങനെയാണ് ഇപ്പം നമ്മളെ കാക്കുവിന് കേട്ടോ. പിന്നെ വീടാണെങ്കിൽ ആകെ എന്താ പറയുക, ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. കാണുമ്പോഴേ നമുക്ക് മനസ്സിക്ക് വിഷമമാട്ടോ. ഒന്നൊന്നും എടുത്തൊക്കെ ഈ പെയിൻ്റ് അടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചും പിടിച്ചും ഭയങ്കര പണിയും കാര്യമൊക്കെയാണല്ലോ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും. അപ്പം നമ്മളെ കാക്കും ഉണ്ട് കേട്ടോ എല്ലാത്തിനും കൂടെ തന്നെ. പിന്നെ ഇപ്പം ഉമ്മാനെ ഇവിടുന്ന് അങ്ങോട്ട് നാത്തൂൻ്റെ വീട്ടിലേക്ക് എന്താ പറഞ്ഞു വെച്ചിക്കാണ്. എന്താ ഇമ്മ ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ അലർജിയും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പെയിൻറ്റിൻ്റെ വാസനയും കാര്യമൊന്നും കേട്ടത് അത് കൂടുതലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടാക്കിയത്. ഒരുപാട് പണി നമ്മൾ വീടുമ്പോൾ എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പം മുഴുവനൊന്നും ഇപ്പോൾ എടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറേശ്ശെ അങ്ങനെ എടുക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ മുകളിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓപ്പൺ ഏരിയയ്ക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ, നല്ല ചീറ്റലും അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങോട്ട് അടുപ്പിച്ചൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇത് നമ്മൾ തൊട്ട അയൽവാസികൾ തന്നെയാണ് കേട്ടോ പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ഓരടിക്കണോണ്ട് തന്നെ നമുക്ക് വൃത്തിയോടും കാര്യമൊന്നുമില്ല, നല്ല രീതിയിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് അടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റൂമും കാര്യമൊന്നും ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല പണിയാണ് കേട്ടോ. ഇവർ എടുക്കുന്ന പണിക്കൊന്നും കുഴപ്പമില്ല, നല്ല ഫിനിഷിങ്ങും കാര്യമൊക്കെ ഉണ്ട് എടുക്കുന്ന പണി. അപ്പോൾ ഓരോ റൂം ഇങ്ങനെ അടിക്കുമ്പോൾ ഞങ്ങൾ അടിച്ച് കഴിഞ്ഞില്ല. പക്ഷേ ആ റൂം അങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കട്ടിലൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ കട്ടിലൊക്കെ ക്ലീൻ ചെയ്തും കണ്ടൊക്കെ എടുത്ത് വെച്ച് അതുപോലെ വീട്ടിലെ ബെഡും കാര്യമൊക്കെ സെറ്റാക്കി അങ്ങനെ ഓരോ റൂം ഞങ്ങൾ റെഡിയാക്കണോണ്ട് തന്നെ നമുക്ക് ഒരുപാട് പണിയും കാര്യമൊന്നും വരുന്നില്ല. അങ്ങനെ ഓരോ ഭാഗമായിട്ട് ഞാനും കാക്കും ഇങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട്. ലാസ്റ്റ് കിച്ചണൊക്കെ എത്തിക്കുന്നത്. കിച്ചണ് അടിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഗ്ലാസ് പിന്നെ പൊട്ടണ എന്താ ഗ്ലാസിൻ്റെ ടൈപ്പിലെ പ്ലേറ്റും കാര്യമൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഷോക്കേസ്ക്കൊക്കെ വെക്കുകയാണ്. കിച്ചണ് അടുക്കി പൊറുക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടു. അപ്പോൾ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. പിന്നെ കാക്കും എല്ലാത്തിനും കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ മോന് വിളിക്കുന്നുണ്ട്. ഓന് പെയിൻ്റ് അടിച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും കേട്ടോ. അങ്ങനെ ഓൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഓന് ഇതൊക്കെ കാണിച്ചും കൊടുക്കണ്ടേ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. റബീഉൽ അവ്വൽ 12 നമ്മളവിടെ എന്താ പറയുക, ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. സോറി, ഞങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ 12 അന്ന് നമ്മളിവിടെ നേർച്ചയും കാര്യമൊക്കെ ഉണ്ടായില്ല, ചോറും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പോൾ നമുക്ക് കാക്ക് പോയി കണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി തേങ്ങാച്ചോറ് ബീഫ് കറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്ക് അതേന് സ്പെഷ്യൽ. അപ്പോൾ ഒരുപാട് ചോറും കാര്യമൊക്കെ കിട്ടീന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡും കാര്യമൊന്നും ഉച്ചക്ക് ഉണ്ടാക്കേണ്ടിയിട്ട് വന്നില്ല. ഇത് നമ്മളെ ഉമ്മാക്കാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ചോറ് ഇങ്ങനെ പ്ലേറ്റ് എടുത്തപ്പോൾ ഞാൻ അമ്മാനെങ്ങനെ വിചാരിച്ചു കേട്ടോ. പിന്നെ സമാധാനം അമ്മക്ക് അവിടെ കിട്ടുകയാരെന്ന് വിചാരിച്ചു കേട്ടോ.
അങ്ങനെ ഞാനും കാക്കും മക്കളും ചോറൊക്കെ കഴിച്ചു. പിന്നെ 2 പണിക്കാർ തന്നെ ഉള്ളതിന് കേട്ടോ. അവർക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ വീടിൻ്റെ തൊട്ട് അയൽവാസികൾ തന്നെയാണ്. അവർ 10 മണിക്ക് ചായ കുടിക്കാൻ പോകും. ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചു വരും. പെട്ടെന്ന് തന്നെ പണി നല്ല നല്ല പണിയാട്ടോ. ഒരു റെസ്റ്റ് പോലും എടുക്കാത്ത പണിയാണ് കേട്ടോ അവർ ചെയ്യണത്. 2 മണിയാകുമ്പോൾ കയറും ചെയ്യും. അപ്പോൾ അവർക്കായിട്ട് ഫുഡും കാര്യമൊന്നും കൊടുക്കേണ്ട ആവശ്യം. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുകളിൽ 2 റൂമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാൻ കാരണം അവിടെ 2-3 ഡോറ് വെക്കാണ്ടതിന്. അപ്പം മുകളിലൊന്നും റൂമൊന്നും ഡോറൊന്നും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ 2 ഡോറും വെച്ചു. അത് ഞാൻ ഇതിരുന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മോഡൽ ഡോറായിട്ട് നമ്മൾ വെച്ചത്. പിന്നെ മെയിൻ കിച്ചണക്ക് ഒരു ഡോറ് വെച്ച, ബാത്റൂമിന് മോൻ്റെ, അങ്ങനെ 3 ഡോറും വെച്ചു ഇതിൻ്റെ അടിയിൽ. അത് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മോനും കൂടെ ഉള്ള റൂമാണ് കേട്ടോ മുകളിൽ 2 റൂമുള്ളത്. അത് നമ്മൾ ഈ അടിയത്തെ പണിയൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോഴാണത് ഫുള്ള് പണി ആയത്. പിന്നെ ഓനത്തിലൊരു അലമാര സെറ്റ് ചെയ്യാനുള്ള പ്ലേസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ സെറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിരിക്കുകയാണ്. അത് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഗൈസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി പണിയും കൂടെ ചെയ്യണം.